Okay, good morning, my dears. The next our topic, that is the one of the techniques of emerging trends in banking. That is the second one is high-tech banking. Then what are the important schemes under innovations in banking or emerging trends in banking? Then first one is social banking. Second one is high-tech banking. Third one is offshore banking, and next one is banking ombudsman scheme, prudential norms of on asset classification and capital adequacy norms. അപ്പോൾ ഇത്രയാണ് നമ്മൾ നടക്കുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ സോഷ്യൽ ബാങ്കിങ്ങിനെ കുറിച്ചും അതിൻ്റെ സ്കീമുകളെ കുറിച്ചും നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. മുൻപത്തെ ക്ലാസ്സിലെ ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സ്കീമും അതേപോലെ തന്നെ ലീഡ് ബാങ്ക് സ്കീമും വില്ലേജ് അഡോപ്ഷൻ സ്കീമെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞ ടോപ്പിക്കാണ്. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് സെക്കൻഡ് വൺ ഈസ് ഹൈടെക് ബാങ്കിങ്. Then high-tech banking means the use of technology and communication systems in providing banking services to customers. That is high-tech banking. Then high-tech banking means the use of technology and communication system in providing banking services to customers. കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ബാങ്കിങ് സർവീസസിലെ പുതിയ പുതിയ ടെക്നോളജീസോ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസോ ഒക്കെ ഉപയോഗപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക, ഹൈടെക് ബാങ്കിങ് എന്ന് പറയുന്നത്. ആ പേരിൽ തന്നെയുണ്ട് ഹൈടെക് ടെക്നോളജീസ് ആർ യൂസ്ഡ് ഇൻ ദിസ് ഫീൽഡ്. ഹൈടെക് ബാങ്കിങ് മീൻസ് ദ യൂസ് ഓഫ് ടെക്നോളജി ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഇൻ പ്രൊവൈഡിങ് banking services to customers. Globalization and liberalization have increased the level of competition in the financial market and have opened a new avenue for the Indian banks. അതായത് ആദ്യത്തെ കാലഘട്ടങ്ങളെ സംബന്ധിച്ചിടത്തോളം ബാങ്കുകളെല്ലാം ഒരു ട്രഡീഷണൽ കോൺസെപ്റ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. എന്നാൽ ലിബറലൈസ്ഡ് എക്കോണമിയുടെ ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിബറലൈസ്ഡ് എക്കോണമിയുടെ ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടെ ടെക്നോളജീസ് എല്ലാം യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു അപ്രോച്ചാണ് നമ്മളതിൽ ഉദ്ദേശിക്കുന്നത്. ദെൻ ഇറ്റ് ഈസ് ഇൻക്രീസ്ഡ് ദ കോമ്പറ്റീഷൻ ഓഫ് ഫൈനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് ഹാവ് ഓപ്പൺഡ് അപ്പ് ന്യൂ അവന്യൂസ് ഫോർ ഇന്ത്യൻ ബാങ്ക്സ്. This has given rise to adoption of new technologies by the banks. Some of the modern technologies used in the banking sectors are computerization. That is computerization, electronic banking and electronic clearing houses, and also electronic fund transfer, processing of EMI CR checks, ATM and core banking. These are the advances techniques in banking field. അപ്പോൾ ഹൈടെക് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഹൈടെക് ബാങ്കിങ്ങിലെ ബാങ്കിങ് ടെക്നിക്സ് അല്ലെങ്കിൽ ഹൈടെക് ബാങ്കിങ്ങിലെ ടെക്നോളജീസ്, ടെലികമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് ആർ അപ്ലൈഡ് ഇൻ ദ ബാങ്കിങ് ഫീൽഡ് ഫോർ പ്രൊവൈഡിങ് സർവീസസ് ടു കസ്റ്റമേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് ആലോചിച്ച് നോക്കിയാൽ അറിയാം എന്താണ്, കുറച്ചുകൂടെ ടെക്നോളജീസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്, പുതിയ പുതിയ ടെക്നോളജീസൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ബാങ്കുകൾ പ്രവർത്തിക്കുക. അപ്പോൾ അതിനെയാണ് നമ്മൾ ഹൈടെക് ബാങ്കിങ് എന്ന് പറയുന്നത്. ദെൻ ഇലക്ട്രോണിക് ബാങ്കിങ് ആൻഡ് ഇലക്ട്രോണിക് ക്ലിയറിംഗ് സർവീസസ്, ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ, ATMs ആൻഡ് കോർ ബാങ്കിങ്, ഇതെല്ലാം യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹൈടെക് ബാങ്കിങ്. അപ്പോൾ അത് ക്ലിയർ ആയില്ലേ? അതിലെന്താ പറഞ്ഞാൽ ഹൈടെക് ബാങ്കിങ് ഇൻട്രൊഡക്ഷൻ ഓഫ് ടെക്നോളജീസ്. And that is also called as high-tech banking. Introduction of new technologies, telecommunication technologies are used in this field is called as high-tech banking. Then third one is, അപ്പോൾ ഹൈടെക് ബാങ്കിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് പറയുമ്പോഴേ തേർഡ് വൺ പറയുന്നേക്കാൾ മുന്നേ ഹൈടെക് ബാങ്കിങ്ങിലെ ഇന്നോവേഷൻസ് ഇൻ ബാങ്കിങ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു തേർഡ് ചാപ്റ്ററിൽ ധാരാളം പഠിക്കാനുണ്ട്. തേർഡ് ചാപ്റ്ററിലോ ഒക്കെ പഠിക്കാനുണ്ട്. ഇന്നോവേഷൻസ്, കോർ ബാങ്കിങ്, എല്ലാ ബാങ്കുകളെയും ഇൻ്റർ കണക്ട് ചെയ്തുകൊണ്ട്. ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഒരു സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ഒരു ATM ഫെസിലിറ്റീസ് നമുക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ചിലപ്പോൾ കാത്തോലിക് സിറിയൻ ബാങ്കിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു പഞ്ചാബ് നാഷണൽ ബാങ്കിലുള്ള ഒരു അക്കൗണ്ട് ഡീറ്റെയിൽസ് പോലും ഒരു സൗത്ത് ഇന്ത്യൻ ബാങ്കിലെ ATM നമുക്കറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ബാങ്കുകൾ തമ്മിൽ ഇങ്ങനെയാണ് കണക്ട് ചെയ്യപ്പെടുന്നത്. സോ വൺ ഓഫ് ദി ടെക്നോളജീസ് യൂസ്ഡ്, ദാറ്റ് ടെക്നോളജി ഈസ് ഓൾസോ കോൾഡ് ആസ് കോർ ബാങ്കിങ്. നമുക്കറിയാലോ. അപ്പോൾ ഏത് ബാങ്കുകളുടെ സർവീസ് വേണമെങ്കിലും നമുക്ക് ഒരൊറ്റ ATM ഫെസിലിറ്റീസിലൂടെ അറിയാനായിട്ട് കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ആ ടെക്നിക്സിനെയാണ് നമ്മൾ കോർ ബാങ്കിങ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പ്രോസസിംഗ് ഓഫ് EMI CR ചെക്സ്, അതായത് മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റീഡർ ഉപയോഗിച്ചുകൊണ്ടുള്ള ചെക്ക് സിസ്റ്റം, അതുകൂടെ ഉപയോഗിച്ചുകൊണ്ടുള്ള ചെക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്,
processing of MICR checks, then electronic fund transfer, EFT, electronic fund transfer, electronic banking and electronic clearing services. ഇതെല്ലാം ഇതിൻ്റെ ഒരു എഫക്റ്റാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻ്റർനെറ്റ് ബാങ്കിങ്, മൊബൈൽ ബാങ്കിങ്, നെറ്റ് ബാങ്കിങ് എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ യൂസ് ഓഫ് ഡെബിറ്റ് കാർഡ്, യൂസ് ഓഫ് ക്രെഡിറ്റ് കാർഡ്, ഇതൊക്കെ ഏതിന് എക്സാമ്പിളാണ്? ഹൈടെക് ബാങ്കിങ്ങിന് എക്സാമ്പിളാണ്. അപ്പോൾ ഹൈടെക് ബാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ടെക്നോളജീസ് യൂസ് ചെയ്തുകൊണ്ട് ബാങ്കിങ് സർവീസസ് നടത്തുന്നതിനെയാണ് ഹൈടെക് ബാങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആലോചിച്ച് നോക്കിയാൽ അറിയാവുന്നത് എമർജിങ് ട്രെൻഡ്സ് ഇൻ ബാങ്കിങ് എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോഴേക്കും നമ്മുടെ മനസ്സിൽ വരിക പുതിയ മാറ്റങ്ങൾ. അപ്പോൾ നെറ്റ് ബാങ്കിങ്, മൊബൈൽ ബാങ്കിങ്, ഇൻ്റർനെറ്റ് ബാങ്കിങ്, ഇതൊക്കെയാണ് നമുക്ക് ആദ്യം ഓർമ്മ വരിക. അപ്പോൾ ഇത്തരത്തിലുള്ള ബാങ്കിങ് ഫെസിലിറ്റീസിനെല്ലാം കൂടി ഒരു ഒറ്റ ഹെഡിൽ കൊണ്ടുവന്നിടുകയാണ്. ആ ഹെഡിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? ഹൈടെക് ബാങ്കിങ് എന്ന് കേട്ടോ. അതിനെയാണ് നമ്മൾ ഹൈടെക് ബാങ്കിങ് എന്ന് പറയാം. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഓഫ് ഷോർ ബാങ്കിങ്. ഓഫ് ഷോർ ബാങ്കിങ്ങിലെ offshore bank is a bank located outside the country of residence of the depositor, typically in low tax area, that provides financial and legal advantages. Then offshore banks provide greater privacy, low or not taxation, easy access to deposit, and protection from political and financial instability. That means ഓഫ്ഷോർ ബാങ്ക് ഈസ് എ ബാങ്ക് ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ദ കൺട്രി ഓഫ് റെസിഡൻസ് ഓഫ് ദ ഡെപ്പോസിറ്റർ. ഒരു ഡെപ്പോസിറ്റർ ഇപ്പോൾ ഇന്ത്യയിലുള്ള ഒരാൾ വേറെ വിദേശ രാജ്യങ്ങളിലുള്ള ബാങ്ക് അക്കൗണ്ട്സിൽ നമ്മൾ നിക്ഷേപിക്കുന്ന ആ ഒരു ബാങ്കിങ് പ്രോസസ്സിനെയാണ് നമ്മൾ എന്താ പറയുക? ഓഫ് ഷോർ ബാങ്കിങ്. That means offshore banking is a bank located outside the country of residence of the depositor. ഡെപ്പോസിറ്റർ താമസിക്കുന്ന സ്ഥലത്തിന് അപ്പുറത്തുള്ള മറ്റു രാജ്യങ്ങളിലുള്ള ബാങ്കുകളിൽ നിക്ഷേപിക്കുന്നതിനെയാണ് നമ്മൾ ഓഫ് ഷോർ ബാങ്കിങ് എന്ന് പറയുന്നത്. ടിപ്പിക്കലി ഇൻ ലോ ഏരിയ ദാറ്റ് പ്രൊവൈഡ്സ് ഫൈനാൻഷ്യൽ ആൻഡ് ലീഗൽ അഡ്വാൻറ്റേജസ്. Then offshore banks provide greater privacy, low or no taxation, easy access to deposit, and protection from political and financial instability. Then next one is offshore banking is criticized on the ground that it is associated with the underground economy and organized crime. They are accused of helping various organized crime, gangs and terrorist group. However, offshore banking is a legitimate financial exercise undertaken by the many international agencies. Then next one is third banking ombudsman scheme. Third point is that is third and fourth point is banking ombudsman scheme. The bank ombudsman scheme was introduced by RBI in 1995, duly revised twice. 1995 RBI ആവിഷ്കരിച്ചിട്ടുള്ളൊരു സ്കീമാണ് ഇത് ബാങ്ക് ഒബ്ഡിസ്മാൻ സ്കീം എന്ന് പറയുന്നത്. ഈ ബാങ്ക് ഒബ്ഡിസ്മാൻ സ്കീമിലെ ദറ്റ് ഈസ് ഡ്യൂലി റിവൈസ്ഡ് ട്വൈസ് ഇൻ 2002 ആൻഡ് 2006. 2002 2006 അതെന്ത് ചെയ്തിട്ടുണ്ട്? റിവൈസ് ചെയ്തിട്ടുണ്ട്. ദ മെയിൻ എയിം ഓഫ് ദിസ് സ്കീം ഈസ് ടു റിസോൾവ് കസ്റ്റമർ ഗ്രീവിയൻസസ് against banks relating to improper services and fraudulent practices by banks. Then അതിൽ പറയുന്നത് then resolve consumers grievances and against bank relating to improper services and fraudulent practices by banks. ദെൻ അവിടെ നമ്മൾ പറയുന്നത് ദ മെയിൻ എയിം ഓഫ് ദിസ് സ്കീം ദറ്റ് ഈസ് ബാങ്കിങ് ഒബ്ഡിസ്മാൻ സ്കീമിലൂടെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുന്നു? റിസോൾവ് കസ്റ്റമേഴ്സ് ഗ്രീവിയൻസസ് അഗെയിൻസ്റ്റ് ബാങ്ക്സ് റിലേറ്റിംഗ് ടു ഇംപ്രോപ്പർ സർവീസസ് ആൻഡ് ഫ്രോഡുലന്റ് പ്രാക്ടീസസ് ബൈ ബാങ്ക്സ്. ആൻഡ് ദെൻ ഈ ബാങ്കുകൾ ചെയ്യുന്ന പ്രശ്നങ്ങൾക്ക് മെയിൻ എയിം ഓഫ് ദിസ് സ്കീം is to resolve the customers grievances against bank. കസ്റ്റമേഴ്സിൻ്റെ പരാതികൾക്ക് കസ്റ്റമേഴ്സ് ചെയ്യുന്ന പരാതികൾക്കോ അല്ലെങ്കിൽ ബാങ്ക് കസ്റ്റമറുടെ പരാതികൾക്കൊക്കെ തീർപ്പ് കൽപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്നതാണ്. ദ മെയിൻ എയിം ഓഫ് ദിസ് സ്കീം ഈസ് ടു റിസോൾവ് കസ്റ്റമേഴ്സ് ഗ്രീവിയൻസസ് അഗെയിൻസ്റ്റ് ബാങ്ക്സ് റിലേറ്റിംഗ് ടു ഇംപ്രോപ്പർ സർവീസസ് ആൻഡ് fraudulent practices by banks. അവിടെ നമ്മൾ പറയുന്നത്
രണ്ട് കാര്യങ്ങളാണ്. ദ മെയിൻ എയിം ഓഫ് ദി സ്കീം ഈസ് ടു റിസോൾവ് കസ്റ്റമർ ഗ്രീവിയൻസസ് അഗെയിൻസ്റ്റ് ബാങ്ക്സ് റിലേറ്റഡ് ടു ഇംപ്രോപ്പർ സർവീസസ് ആൻഡ് ഫ്രോഡുലന്റ് പ്രാക്ടീസസ് ബൈ ബാങ്ക്സ്. അപ്പോൾ ഇവിടെ നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കസ്റ്റമേഴ്സിന് ബാങ്കുമായിട്ടുള്ള ഇടപാടുകളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ആ പരാതി പരിഹരിക്കാനായിട്ടുള്ള ഒരു സ്കീം ആവിഷ്കരിച്ചിരിക്കുന്നതിനെയാണ് നമ്മളെന്താ പറയുക, ബാങ്ക്സ് ഒബ്ഡസ്മെൻറ്റ് സ്കീം. Banking Ombudsman Scheme was introduced by RBI in 1995, duly revised twice in 2002 and 2006. 2002 2006 ഈ ഒരു സ്കീം റിവൈസ് ചെയ്ത് വന്നിട്ടുണ്ട്. ദ മെയിൻ എയിം ഓഫ് ദി സ്കീം ഇസ് ടു റിസോൾവ് കസ്റ്റമേഴ്സ് ഗ്രീവിയൻസസ് അഗെയിൻസ്റ്റ് ബാങ്ക്സ് റിലേറ്റിംഗ് ടു ഇംപ്രോപ്പർ സർവീസസ് ആൻഡ് ഫ്രോഡുലന്റ് പ്രാക്ടീസസ് ബൈ ബാങ്ക്സ്. ബാങ്കുകൾ ചെയ്തു കൊടുക്കുന്ന സർവീസസിൽ എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ ആർക്ക് പരാതി കൊടുക്കാവുന്നതാണ്, ബാങ്ക് ഒബ്ഡസ്മെൻറ്റ് സ്കീം പ്രകാരം പരാതിപ്പെടാവുന്നതാണ്. അപ്പോൾ ഈ ബാങ്കിങ് ഒബ്ഡസ്മെൻറ്റ് സ്കീമിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, ദ മെയിൻ എയിം ഓഫ് ദി സ്കീം ഈസ് ടു റിസോൾവ് കസ്റ്റമേഴ്സ് ഗ്രീവിയൻസസ് അഗെയിൻസ്റ്റ് ബാങ്ക്സ് റിലേറ്റിംഗ് ടു ഇംപ്രോപ്പർ സർവീസസ് ആൻഡ് ഫ്രോഡുലന്റ് പ്രാക്ടീസസ് ബൈ ബാങ്ക്സ്. All scheduled banks, regional rural banks and primary cooperative banks come under the purview of the scheme. According to the 2006 scheme, customers can submit their complaints online. The nature of complaints comprises 2006 പ്രകാരം എന്ത് ചെയ്യാവുന്നതാണ്, കസ്റ്റമർക്ക് പരാതികളുണ്ടെങ്കിൽ അത് ഓൺലൈനായിട്ട് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, പരിഹരിച്ചു കൊടുക്കാവുന്നതാണ്. Then അവിടെ അക്കോർഡിംഗ് ടു 2006 സ്കീം കസ്റ്റമേഴ്സ് ക്യാൻ സബ്മിറ്റ് ദെയർ കംപ്ലൈൻറ്റ്സ് ഇൻ ഓൺലൈൻ. അപ്പോൾ ഈ ബാങ്കിങ് ഒബ്ഡസ്മെൻറ്റ് സ്കീം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇതെന്താണ്, ബാങ്കിങ് ഒബ്ഡസ്മെൻറ്റ് സ്കീം. ബാങ്ക് ഒബ്ഡസ്മെൻറ്റ് സ്കീം ഇൻട്രൊഡ്യൂസ്ഡ് ബൈ RBI in 1995, duly revised later, that is 2006 and 2002 and 2006. The main aim of the scheme is to resolve customers' grievances against. The main aim of this scheme is to resolve customers' grievances. കസ്റ്റമറുടെ പരാതികൾ പരിഹരിച്ചു കൊടുക്കുക. അഗെയിൻസ്റ്റ് ബാങ്ക്സ് റിലേറ്റിംഗ് ടു ഇംപ്രോപ്പർ സർവീസസ് ആൻഡ് ഫ്രോഡുലന്റ് പ്രാക്ടീസസ് ബൈ ബാങ്ക്സ്. ബാങ്കുകളുടെ തെറ്റായിട്ടുള്ള എന്തെങ്കിലും നടപടികൾക്കെതിരെയോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് ഉണ്ടായിച്ചാൽ ഇംപ്രോപ്പർ സർവീസ് ആൻഡ് ഫ്രോഡുലന്റ് പ്രാക്ടീസസ് ബൈ ബാങ്ക്സ്. All scheduled banks, regional rural banks and primary cooperative banks come under the purview of the scheme. According to this 2006 scheme, customers submit their complaints as online. ഓൺലൈനായിട്ട് പരാതികൾ പരിഹരിച്ചു കൊടുക്കാവുന്നതാണ്. ഏതൊക്കെ തരത്തിലുള്ള പരാതികളാണ് ബാങ്ക് ഒബ്ഡസ്മെൻറ്റ് സ്കീം പ്രകാരം ഒരു കസ്റ്റമർക്ക് ഫയൽ ചെയ്യാവുന്നത് എന്നുള്ളതാണ്. ദ നേച്ചർ ഓഫ് കംപ്ലൈൻറ്റ്സ് കംപ്രൈസസ്, ഫസ്റ്റ് വൺ ഈസ് ഡിലേ ഇൻ കളക്ഷൻ ഓഫ് ചെക്ക്, ഡ്രാഫ്റ്റ്, ബിൽ എക്സെട്ര. ചെക്കോ ഡ്രാഫ്റ്റുകളോ നമ്മൾ കളക്ട് ചെയ്യുന്നതിൽ കാലതാമസം നേരിട്ട് കഴിഞ്ഞാൽ, അപ്പോൾ നമുക്കറിയാം ബാങ്കുകൾ ചെയ്തു തരേണ്ട, വേഗത്തിൽ ചെയ്തു തരേണ്ട സർവീസസാണ്. അതിലെന്തെങ്കിലും ഡിലേ വന്നു കഴിഞ്ഞാൽ ആർക്ക് പരാതിപ്പെടാവുന്നതാണ്, കസ്റ്റമർക്ക് പരാതിപ്പെടാവുന്നതാണ്. അപ്പോൾ ബാങ്ക് ഒബ്ഡസ്മെൻറ്റ് സ്കീം എന്ന് പറയുമ്പോൾ ദ മെയിൻ എയിം ഓഫ് ദി സ്കീം ഇസ് ടു റിസോൾവ് കസ്റ്റമേഴ്സ് ഗ്രീവിയൻസസ്. ഒരു കസ്റ്റമറുടെ പരാതികൾ പരിഹരിച്ചു കൊടുക്കുക എന്ന് പറയുന്നതാണ് ബാങ്കിങ് ഒബ്ഡസ്മെൻറ്റ് സ്കീം പ്രകാരം. ടു റിസോൾവ് കസ്റ്റമർ ഗ്രീവിയൻസസ് ആൻഡ് അഗെയിൻസ്റ്റ് ബാങ്ക്സ് റിലേറ്റഡ് ടു ഇംപ്രോപ്പർ സർവീസസ് ആൻഡ് ഫ്രോഡുലന്റ് പ്രാക്ടീസസ് ബൈ ബാങ്ക്സ്. ഇംപ്രോപ്പർ ആയിട്ടുള്ള ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങളോ പരിഹരിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ റിസോൾവ് ദ ഗ്രീവിയൻസ് അഗെയിൻസ്റ്റ് ബാങ്ക്സ്. ബാങ്കുകളുടെ പരാതികൾ, ബാങ്കുകൾക്കെതിരെയുള്ള പരാതികൾ പരിഹരിച്ചു കൊടുക്കുക എന്ന് പറയുന്നതാണ് ഇത് ബാങ്ക് ഒബ്ഡസ്മെൻറ്റ് സ്കീം എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള കംപ്ലൈൻ്റ് ആണ് എന്ന് പറയുമ്പോൾ വൺ ഓഫ് ദി ഡിലേ ഇൻ കളക്ഷൻ ഓഫ് ചെക്ക്, ഡ്രാഫ്റ്റ്, ബിൽ എക്സെട്ര. ചെക്കോ ബില്ലോ ഡ്രാഫ്റ്റോ കളക്ട് ചെയ്യുന്നതിൽ കാലതാമസം നേരിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കസ്റ്റമർക്ക് പരാതിപ്പെടാവുന്നതാണ്. അതൊന്നാമത്തെ പോയിന്റ്. സെക്കൻഡ് വൺ, നോൺ ഇഷ്യൂ ഓഫ് ഡ്രാഫ്റ്റ് ടു ദ കസ്റ്റമർ. ഒരു കസ്റ്റമർക്ക് ബാങ്കുകൾ ഏതെങ്കിലും കാരണത്താൽ ഡ്രാഫ്റ്റ് ഇഷ്യൂ ചെയ്യാതിരിക്കാം. അപ്പോൾ ആ ഡ്രാഫ്റ്റ് ബാങ്കുകൾ ഇഷ്യൂ ചെയ്യുന്നത്, ആ ഡ്രാഫ്റ്റ് ഇഷ്യൂ ചെയ്യാത്ത പക്ഷം ബാങ്കുകൾക്കെതിരെ പരാതിപ്പെടാവുന്നതാണ്. ദെൻ തേർഡ് വൺ ഈസ് ഫെയിലുവർ ടു കംപ്ലൈ വിത്ത് RBI ഡയറക്ഷൻസ് റിഗാർഡിംഗ് ഇൻട്രസ്റ്റ് റേറ്റ് ഓൺ ലോൺസ്. ഫെയിലുവർ ടു കംപ്ലൈ വിത്ത് RBI ഡയറക്ഷൻസ്. RBI ഡയറക്ഷൻസിനെ ഇടയുണ്ടോ, RBI ഡയറക്ഷൻസിൽ ഫെയിലുവർ ടു കംപ്ലൈ വിത്ത് RBI ഡയറക്ഷൻസ് അഗെയിൻസ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ഓൺ ലോൺസ്. ലോണുകൾക്ക് തരുന്ന ഇൻട്രസ്റ്റ് റേറ്റിൽ RBIയുടെ
ലോണുകൾ അല്ല, അതായത് ഇപ്പോൾ RBI പറഞ്ഞിരിക്കുമല്ലോ ഇത്ര ശതമാനമാണ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. RBIയുടെ മാർഗ്ഗനിർദ്ദേശങ്ങൾക്കെതിരായിട്ടുള്ള എന്തെങ്കിലും രീതിയിലുള്ള ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യലൊക്കെ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാവുന്നതാണ്, പരാതിപ്പെടാവുന്നതാണ്. ഫെയിലിയർ ടു കംപ്ലൈ വിത്ത് RBI ഡയറക്ഷൻസ് റിഗാർഡിംഗ് ഇൻട്രസ്റ്റ് റേറ്റ് ഓൺ ലോൺസ്. ദെൻ നെക്സ്റ്റ് പോയിന്റ് ഈസ് ഡിലേ ഇൻ സാങ്ഷനിങ് ലോൺസ്. ലോൺ സാങ്ഷൻ ചെയ്യാനായിട്ട് ഒരുപാട് കാലതാമസം നേരിടുന്ന പക്ഷം then complaints regarding delay in collection of export proceeds, handling export bills, etc. അവിടെ complaints regarding delay in collection of export proceedsുമായിട്ട് എന്തെങ്കിലും പരാതികൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഹാൻഡ്ലിംഗ് എക്സ്പോർട്ട് ബില്ലുകളിൽ എന്തെങ്കിലും ഇത് നേരിടുന്നുണ്ടെങ്കിൽ ഫെയിലിയർ ടു കംപ്ലൈ വിത്ത് ദ വർക്കിംഗ് അവേഴ്സ്, അതായത് ബാങ്കുകൾ ശരിയായിട്ടുള്ള സമയത്തിൽ തന്നെ വർക്ക് ചെയ്യാത്ത പക്ഷം ഇതൊക്കെ നമുക്ക് കംപ്ലൈൻറ്റ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഏതൊക്കെയാണ്? അപ്പോൾ ബാങ്ക് ഒബ്ഡസ്മെൻറ്റ് സ്കീം എന്ന് പറയുന്നത് 2006 നമുക്ക് ഓൺലൈനായിട്ട് തന്നെ അപേക്ഷിക്കാനുള്ള, അക്കോർഡിംഗ് ടു 2006 സ്കീം കസ്റ്റമർ ക്യാൻ സബ്മിറ്റ് ദെയർ കംപ്ലൈൻറ്റ്സ്. കസ്റ്റമർക്ക് അവരുടെ പരാതികൾ എന്ത് കൊടുക്കാവുന്നതാണ്, ഓൺലൈനായിട്ട് സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഓൺലൈൻ പരാതികൾ ഏതൊക്കെ രീതിയിലാണ്? ഡിലേ ഇൻ കളക്ഷൻ ഓഫ് ചെക്ക്, ഡ്രാഫ്റ്റ്, ബില്ല്, എക്സെട്ര, നോൺ ഇഷ്യൂ ഓഫ് ഡ്രാഫ്റ്റ്, ഫെയിലിയർ ടു കംപ്ലൈ വിത്ത് RBI ഡയറക്ഷൻസ്, ഡിലേ ഇൻ സാങ്ഷനിങ് ലോൺസ്, complaints regarding delay in collection of export proceeds, and failure to comply with the working hours. Then in short, banking ombudsman scheme provided quick and inexpensive facility to resolve grievances of customers. അതായത് നമുക്ക് വളരെ ചെറുതായിട്ട് പറയുകയാണെങ്കിൽ ബാങ്ക് ഒബ്ഡസ്മെൻറ്റ് സ്കീം പ്രൊവൈഡ്സ്, ഈ ബാങ്കിങ് ഒബ്ഡസ്മെൻറ്റ് സ്കീം പ്രകാരം ബാങ്ക് ഒബ്ഡസ്മെൻറ്റ് സ്കീം പ്രൊവൈഡ്സ് ക്വിക്ക് ആൻഡ് ഇൻഎക്സ്പെൻസീവ് ഫെസിലിറ്റി, വേഗത്തിലും അതുപോലെ തന്നെ ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള ഫെസിലിറ്റീസും, ക്വിക്ക് ആൻഡ് ഇൻഎക്സ്പെൻസീവ് ഫെസിലിറ്റി ടു റിസോൾവ് ഗ്രീവിയൻസസ് ഓഫ് കസ്റ്റമേഴ്സ്, കസ്റ്റമറുടെ പരാതികൾ പരിഹരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ ഷോർട്ട്, ബാങ്കിങ് ഒബ്ഡസ്മെൻറ്റ് സ്കീം പ്രൊവൈഡ്സ് ക്വിക്ക് ആൻഡ് ഇൻഎക്സ്പെൻസീവ് ഫെസിലിറ്റി ടു റിസോൾവ് ദ ഗ്രീവിയൻസസ് ഓഫ് കസ്റ്റമേഴ്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന 3-4 പോയിന്റ് നമ്മൾ കഴിഞ്ഞു. ഫസ്റ്റ് വൺ ഈസ് സോഷ്യൽ ബാങ്കിങ്, അതായത് എമർജിംഗ് ട്രെൻഡ്സ് ഇൻ ബാങ്കിങ്ങിലെ ഫസ്റ്റ് വൺ ഈസ് സോഷ്യൽ ബാങ്കിങ്, സെക്കൻഡ് വൺ ഈസ് ഹൈടെക് ബാങ്കിങ്, third one is offshore banking, and fourth one is bank ombudsman scheme. Then fifth point is prudential norms on asset classification. asset classification le prudential norms on asset classification. The advances given by bank is most important and valuable asset. These assets may be performing asset and non-performing asset. അതായത് ഇതിൽ നമ്മൾ പറയുന്ന 2 പോയിന്റ്സ് എന്ന് പറയുന്നത്, ദ അഡ്വാൻസസ് ഗിവൺ ബൈ ബാങ്ക് ഈസ് ഇറ്റ്സ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് വാല്യുബിൾ അസെറ്റ്. ബാങ്കുകൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് വാല്യുബിൾ അസറ്റിനെ സംബന്ധിച്ചിടത്തോളമാണ്. ഈ അസറ്റിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ദെൻ ഫസ്റ്റ് വൺ ഈസ് പെർഫോമിംഗ് അസറ്റ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് നോൺ പെർഫോമിംഗ് അസറ്റ്. അപ്പോൾ പ്രുഡൻഷ്യൽ നോംസ് ഓഫ് അസറ്റ് ക്ലാസിഫിക്കേഷനിലെ ഫസ്റ്റ് വൺ ഈസ് പെർഫോമിംഗ് അസറ്റ്, സെക്കൻഡ് വൺ ഈസ് നോൺ പെർഫോമിംഗ് അസറ്റ്. An asset become non-performing asset when it is ceases to generate income for the bank if the loan remains overdue for more than 90 days. അതായത് എന്താ നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, an asset become non-performing asset it ceases to generate income for the bank. അതായത് ബാങ്കിന് കിട്ടുന്ന വരുമാനം ഇല്ലാതെയാകുന്ന പക്ഷം ബാങ്ക് ആ അസറ്റിനെ നോൺ പെർഫോമിംഗ് അസറ്റ് എന്നുള്ള പേരിലാണ് വിളിക്കുക. ഇവിടെ ഇഫ് ദ ലോൺ റിമെയിൻസ് ഓവർ ഡ്യൂ ഫോർ മോർ ദാൻ 90 days, ഏതെങ്കിലും രീതിയിൽ ബാങ്കുകൾ അടച്ചിരിക്കേണ്ട ലോൺ 3 മാസത്തിൽ കൂടുതലായിട്ട് അടയ്ക്കാത്ത പക്ഷം ആ അസറ്റിനെ നമ്മൾ എന്താ പറയുക, നോൺ പെർഫോമിംഗ് അസറ്റ് എന്നുള്ള രീതിയിലാണ് പറയുക. Then അവിടെ a non-performing asset refers to classification of for loans or advances that are default or in arrears in Indian law. ഇന്ത്യൻ അതായത് നമ്മൾ പറയുക അടയ്ക്കേണ്ട പൈസ, ഇപ്പം നമ്മളൊരു ലോൺ ഒരു 5 ലക്ഷം രൂപയുടെ ലോൺ സാങ്ഷൻ ചെയ്തു, 3 മാസം അതിന് തിരിച്ചടവൊന്നും ഇല്ല എങ്കിൽ അതിന് നമ്മൾ എന്താ പറയുക, ഈ അസറ്റ് പെർഫോം ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലാണ് കാണുക. അത്തരത്തിൽ പെർഫോം ചെയ്യാത്ത അസറ്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നോൺ പെർഫോമിംഗ് അസറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറയുമ്പോൾ, an asset become non-performing asset when it ceases to generate income for the bank. If the loan remains overdue for more than 90 days. 90 ദിവസത്തിൽ കൂടുതൽ തിരിച്ചടയ്ക്കാത്ത പക്ഷം ആ അസറ്റിനെ നോൺ പെർഫോമിംഗ് അസറ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുക.
ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് NPA. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? NPA, നോൺ പെർഫോമിംഗ് അസറ്റ്. It is defined as a credit facility in respect of which the interest and or principal has remained overdue for a period of 90 days. It is defined as the credit facility in respect of which has interest or principal has remained overdue for a period of 90 days. 90 ദിവസമായിട്ടും അതിൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ടോ ഇൻട്രസ്റ്റോ ഒന്നും തന്നെ അടയ്ക്കാത്ത പക്ഷം ആ അസറ്റിനെ നോൺ പെർഫോമിംഗ് അസറ്റ് എന്നാണ് പറയാം. Then the important causes of non-performing asset are poor credit appraisal, bad lending practices, banking crisis, poor credit follow-up, defective documentation, division of funds within the outside business, poor management, poor assessment of demand, etc. The important causes of non-performing asset. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ ഒരു ലോൺ തിരിച്ചടയ്ക്കാത്ത പക്ഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബാങ്കിന് വരുമാനം വരാത്ത പക്ഷമാണ് ആ അസറ്റിന് നമ്മൾ എന്തെന്ന് പറയുന്നത്? നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നോൺ പെർഫോമിംഗ് അസറ്റ് വരാനുണ്ടായിരിക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ആർ പുവർ ക്രെഡിറ്റ് അപ്രൈസൽ, ദെൻ ബാഡ് ലെൻഡിങ് പ്രാക്ടീസസ്, ശരിയായിട്ടുള്ള ലെൻഡിങ് പ്രോസസ്സിലൂടെ, കാരണം തിരിച്ചടയ്ക്കാനുള്ള ക്രെഡിറ്റ് വർത്തിനെസ് ഉണ്ടോ എന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ ബാങ്കുകൾ ലോൺ പ്രൊവൈഡ് ചെയ്യുള്ളൂ. അപ്പോൾ അവിടെ പറയുന്നുണ്ട്, അവിടെ ബാഡ് ലെൻഡിങ് പ്രാക്ടീസസ്, ശരിയായിട്ടുള്ള രീതിയിൽ വിലയിരുത്താതെ ലോണുകൾ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാഡ് ലെൻഡിങ് പ്രാക്ടീസസ്, ബാങ്കിങ് ക്രൈസിസ്, ബാങ്കിലുണ്ടാകാവുന്ന ക്രൈസിസ് അതൊരു കാരണമാവാം. പുവർ ക്രെഡിറ്റ് ഫോളോ അപ്പ്, അതായത് ക്രെഡിറ്റ് വരാത്ത പക്ഷം നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കണം. പുവർ ക്രെഡിറ്റ് ഫോളോ അപ്പ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഡിഫക്റ്റീവ് ഡോക്യുമെൻറ്റേഷൻ. ഡിഫക്റ്റീവ് ഡോക്യുമെൻറ്റേഷൻ ശരിയായിട്ട് ഡോക്യുമെൻ്റ് ചെയ്യാത്ത പക്ഷം ഡിവിഷൻ ഓഫ് ഫണ്ട് ക്ലാസിഫിക്കേഷൻ വിത്ത് ഔട്ട്സൈഡ് ബിസിനസ്, പുവർ മാനേജ്മെൻറ്റ്, പുവർ അസസ്മെൻറ്റ് ഓഫ് ഡിമാൻഡ് എക്സെട്ര. പുവർ മാനേജ്മെൻറ്റോ പുവർ അസസ്മെൻറ്റോ ഒക്കെ ഏതിലേക്കും ലീഡ് ചെയ്യാം? നോൺ പെർഫോമിംഗ് അസറ്റ്, ശരിയായിട്ടുള്ള രീതിയിൽ അസറ്റ്സ് പെർഫോം ചെയ്യാതിരിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നോൺ പെർഫോമിംഗ് അസറ്റ്സിനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ക്ലാസിഫിക്കേഷൻ ഓഫ് അസറ്റ്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് അസറ്റിൽ ഏതൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് അസറ്റ് എന്ന് പറയുന്നത്? ബാങ്ക്സ് ആർ ക്ലാസിഫൈഡ് വേരിയിങ് നോൺ പെർഫോമിംഗ് ഫർദർ ഇൻ ടു ഫോളോയിങ് 3 കാറ്റഗറീസ്. ഈ നോൺ പെർഫോമിംഗ് അസറ്റ് തന്നെ നമ്മൾ വീണ്ടും 3ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞു അസറ്റ് പെർഫോം ചെയ്യാത്ത പക്ഷം അതിനെന്തെന്ന് പറയുന്നു? നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറയുന്നു. ഈ നോൺ പെർഫോമിംഗ് അസറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ സബ്സ്റ്റാൻഡേർഡ് അസറ്റ്, ഡൗട്ട്ഫുൾ അസറ്റ്, ലോസ് അസറ്റ്. സബ്സ്റ്റാൻഡേർഡ് അസറ്റ്, ഡൗട്ട്ഫുൾ അസറ്റ് ആൻഡ് ലോസ് അസറ്റ്. ക്ലാസിഫിക്കേഷൻ ഓഫ് നോൺ പെർഫോമിംഗ് അസറ്റ്. ബാങ്ക്സ് ആർ റിക്വയർഡ് ടു ക്ലാസിഫൈ നോൺ പെർഫോമിംഗ് അസറ്റ് ഫർദർ ഇൻ ടു 3 കാറ്റഗറീസ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ബാങ്കുകൾ 30 ദിവസം, അതായത് 90 ദിവസത്തിൽ കവിഞ്ഞുകൊണ്ട് ബാങ്കിന് യാതൊരു ഇൻകവും വരാത്ത പക്ഷം ആ അസറ്റ്സിനെ നോൺ പെർഫോമിംഗ് അസറ്റ്സ് എന്നാണ് പറയാം. ഈ നോൺ പെർഫോമിംഗ് അസറ്റ്സിന് തന്നെ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ദെൻ ഫസ്റ്റ് വൺ ഈസ് സബ്സ്റ്റാൻഡേർഡ് അസറ്റ്, സെക്കൻഡ് വൺ ഈസ് ഡൗട്ട്ഫുൾ അസറ്റ് ആൻഡ് തേർഡ് വൺ ഈസ് ലോസ് അസറ്റ്. Then first one is substandard asset. Substandard asset le a substandard asset is one which has been classified in NPA for a period of not exceeding 12 months. 12 മാസത്തിൽ കവിയാതെ അങ്ങനെയൊക്കെ വരും, അതിൽ കൂടാനായിട്ട് പാടില്ല. അതിൻ്റെ ഉള്ളിലൊക്കെ ആണെങ്കിൽ നമുക്ക് തിരിച്ചടച്ചിട്ടില്ല എന്നുള്ള കാരണം കൊണ്ട് നോൺ പെർഫോമിംഗ് അസറ്റ് ആണെങ്കിൽ കൂടെ അതിനെന്തുകൂടെ പറയാം? സബ്സ്റ്റാൻഡേർഡ് അസറ്റ് എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. അതിന് നമുക്ക് സബ്സ്റ്റാൻഡേർഡ് അസറ്റ് എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് ദെൻ അവിടെ സബ്സ്റ്റാൻഡേർഡ് അസറ്റ്. എ സബ്സ്റ്റാൻഡേർഡ് അസറ്റ് ഈസ് വൺ വിച്ച് ഹാസ് ബീൻ ക്ലാസിഫൈഡ് ആസ് NPA ഫോർ എ പീരീഡ് നോട്ട് എക്സീഡിങ് 12 മന്ത്സ്. 12 ഇപ്പോൾ ഒരു 9 മാസമായിട്ട് അടയ്ക്കുന്നില്ല, 10 മാസമായിട്ട് അടയ്ക്കുന്നില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ അതൊരു സബ്സ്റ്റാൻഡേർഡ് അസറ്റായിട്ട് നമുക്കതിനെ കൺസിഡർ ചെയ്യാം. Then second one is doubtful asset ആണ്. A doubtful asset is one which has been remained non performing asset for exceeding 12 months. ഇനി 12 മാസം കഴിഞ്ഞതിന് ശേഷം യാതൊരു തിരിച്ചടവും ഇല്ല എങ്കിൽ അതിന് നമ്മൾ എന്താ പറയുക? ഡൗട്ട്ഫുൾ അസറ്റ് എന്നുള്ള ക്ലാസിഫിക്കേഷനിലാണ് ഉൾപ്പെടുത്തുക, ഡൗട്ട്ഫുൾ അസറ്റ്. Then third one is loss asset, where loss has been identified by the bank's internal or external auditor or central bank inspectors. Such assets are called loss asset. ഇനി പറയുന്നത് where loss has been identified by the bank's internal or external auditor or central bank inspectors. Such assets are called loss asset. ഇനി വേർ ലോസ് ഹാസ് ബീൻ ഐഡൻറ്റിഫൈഡ് ബൈ ദ ബാങ്കേഴ്സ് ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ, ഒന്നുകിൽ ആ ബാങ്കിലെ ഇൻറ്റേർണൽ ഓഡിറ്ററോ
അതില്ലെങ്കിൽ എക്സ്റ്റേണൽ ഓഡിറ്ററോ ഓർ സെൻട്രൽ ബാങ്ക് ഇൻസ്പെക്ടേഴ്സോ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള ഒരു അസറ്റ് ആണെങ്കിൽ സച്ച് അസറ്റ് ആർ കോൾഡ് ലോസ് അസറ്റ്. അതായത് ഇപ്പം നമ്മൾ ഇത്രയേ പറയുന്നുള്ളൂ. എന്ത് ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റിൽ പ്രുഡൻഷ്യൽ നോംസ് ഓൺ അസറ്റ് ക്ലാസിഫിക്കേഷൻ. ഈ അസറ്റിന് രണ്ടായിട്ട്, ബാങ്കുകൾ അസറ്റിന് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും. ഒന്ന് പെർഫോമിംഗ് അസറ്റും മറ്റൊന്ന് നോൺ പെർഫോമിംഗ് അസറ്റും. പെർഫോമിംഗ് അസറ്റ് എന്ന് പറയുമ്പോൾ ശരിയായിട്ടുള്ള രീതിയിൽ ഇറ്റ് ക്രിയേറ്റ്സ് ഇൻകം ഫോർ ദി ബാങ്ക്. ബാങ്കിനെ എല്ലാം ഇൻകം ജനറേറ്റ് ചെയ്യുന്ന അസറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, പെർഫോമിംഗ് അസറ്റ്സ് എന്ന് പറയുക. എന്നാൽ നോൺ പെർഫോമിംഗ് അസറ്റ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് സീസസ് ടു ജനറേറ്റ് ദ ഇൻകം ഫോർ ദി ബാങ്ക്. ബാങ്കിന് കിട്ടുന്ന വരുമാനത്തെ തടയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറയാം. അപ്പോൾ എന്താണ് പെർഫോമിംഗ് അസറ്റ്, എന്താണ് പെർഫോമിംഗ് അസറ്റും എന്താണ് നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് മനസ്സിലായല്ലോ. ഇനി ഈ നോൺ പെർഫോമിംഗ് അസറ്റിന് വീണ്ടും നമ്മൾ എങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നു, വീണ്ടും മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഈ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നതിന് ഒന്ന് സബ്സ്റ്റാൻഡേർഡ് അസറ്റ് എന്നോ, രണ്ടാമത് പറയുന്നത് ഡൗട്ട്ഫുൾ അസറ്റ് എന്നോ, മൂന്നാമത് പറയുന്നത് ലോസ് അസറ്റ് എന്നാണ്. സബ്സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നുണ്ട് 12 മാസത്തിൽ കവിയാത്ത രീതിയിൽ, അതായത് ലോൺ തിരിച്ചടയ്ക്കുന്നില്ല, പക്ഷേ മാക്സിമം ഒരു 9 മന്ത്സ് വരാം, 10 മന്ത്സ് ആവാം, 11 മന്ത്സ് ആവാം. 12 മന്ത്സ് കഴിയാനായിട്ട് പാടില്ല. ഈ 12 മന്ത്സ് കഴിയാത്ത പക്ഷം നമ്മൾ അതിനെന്താ പറയുക, സബ്സ്റ്റാൻഡേർഡ് അസറ്റ് എന്നാണ് പറയുക. ക്ലിയർ ആയില്ലേ? 12 മന്ത്സ് കഴിയാത്ത പക്ഷം അതിനെന്താ പറയുക, സബ്സ്റ്റാൻഡേർഡ് അസറ്റ് എന്നാണ് പറയുക. ഇനി 12 മന്ത്സ് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മളതിനെന്താ പറയുക, ഇനി ഈ ലോൺ പെർഫോം ചെയ്യുമോ, ഡൗട്ടാണ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെന്താ പറയുക, ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് എന്നാണ് പറയുക, ഡൗട്ട്ഫുൾ അസറ്റ്സ് എന്നാണ് പറയുക. അപ്പോൾ അടയ്ക്കാത്ത പക്ഷം അതിന് സബ്സ്റ്റാൻഡേർഡ് അസറ്റ് എന്നും, 12 മാസത്തിന് ശേഷമാണെങ്കിൽ നമ്മൾ അതിനെന്തെന്ന് പറയുന്നു, ഡൗട്ട്ഫുൾ അസറ്റ്സ് എന്നും പറയുന്നു. അതിനുശേഷം പിന്നീടും ഇത് അടയ്ക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇൻസ്പെക്ടറോ അതുമല്ലെങ്കിൽ ഓഡിറ്ററോ എക്സ്റ്റേണൽ ഓഡിറ്ററോ ഇൻറ്റേർണൽ ഓഡിറ്ററോ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഈ അസറ്റ് പെർഫോം ചെയ്യില്ല എന്ന് പറയുന്ന പക്ഷം അതിനെ ലോസ് അസറ്റായിട്ടാണ് നമ്മൾ പ്രഖ്യാപിക്കുക. ഈ ലോസ് അതിനെയാണ് നമ്മൾ എന്താ പറയുക, ലോസ് അസറ്റ് എന്ന് പറയുക. അപ്പോൾ 3 തരത്തിലാണ് പറയുക, സബ്സ്റ്റാൻഡേർഡ് അസറ്റ്, ഡൗട്ട്ഫുൾ അസറ്റ്, ലോസ് അസറ്റ്. ലോസ് അസറ്റിലെ വേർ ലോൺ ഹാസ് ബീൻ ഐഡൻറ്റിഫൈഡ് ബാങ്ക്സ് ഇൻറ്റേർണൽ ഓർ എക്സ്റ്റേണൽ ഓഡിറ്റർ ഓർ സെൻട്രൽ ബാങ്ക് ഇൻവെസ്റ്റേഴ്സ് സച്ച് ആസ് അസറ്റ് ആർ കോൾഡ് ലോ അസറ്റ്. അതിനെ ലോ അസറ്റ് എന്നാണ് പറയുക. എ പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് ഈസ് ടു ബി മെയിൻറ്റെയിൻ ഇൻ ദ ഫോളോയിങ് മാനർ. അത്തരം സിറ്റുവേഷനിൽ നമ്മൾ അതിനെ എന്തായിട്ട് തരംതിരിക്കും, എ പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെബ്റ്റ്, ഇതിനെ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് ആയിട്ട് നമ്മളതിനെ തരംതിരിക്കുന്നുണ്ട്. സ്റ്റാൻഡേർഡ് അസറ്റ് 40% ഈസ് പ്രൊവൈഡഡ് ഫോർ അഗെയിൻസ്റ്റ് സച്ച് അഡ്വാൻസസ്. ദെൻ 40% എന്ന് പറയാൻ പറ്റില്ല, 0.40. ദെൻ 4%. സബ്സ്റ്റാൻഡേർഡ് അസറ്റിനാണെങ്കിൽ നമ്മൾ അതിനെന്താ പറയുക, 15% എമൗണ്ട് ഈസ് ടു ബി മെയിൻറ്റെയിൻ. ഡൗട്ട്ഫുൾ അസറ്റ് നോൺ സെക്യൂർഡ് പോർഷൻ ഓഫ് സച്ച് അസറ്റ് ദ പ്രൊവിഷൻസ് ആർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് 1 year 25%, then doubtful debt from 3 years up to 3 years 40%, doubtful debts for more than 3 years 100%, then unsecured portion a provision of 100% is required. അപ്പോൾ ഇത്തരത്തിൽ നോൺ പെർഫോമിംഗ് അസറ്റ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ റിക്കവറിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ചില ഡൗട്ട്ഫുൾ ഡെപ്റ്റ് പ്രൊവിഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഈ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിൽ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് പറയുക, എങ്ങനെയൊക്കെയാണ്, ഇത്ര ശതമാനം നീക്കി വെക്കണം. സബ്സ്റ്റാൻഡേർഡ് ആണെങ്കിൽ 4% പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. ഇനി സ്റ്റാൻഡേർഡ് അസറ്റിന് 4%, സബ്സ്റ്റാൻഡേർഡ് അസറ്റിന് 15%, ഇനി ഡൗട്ട്ഫുൾ അസറ്റിന് അപ് ടു 1 year ആണെങ്കിൽ 25%, ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ഫ്രം 3 years അപ് ടു 3 years ആണെങ്കിൽ 40% അല്ലെങ്കിൽ 100%. ഇങ്ങനെയുള്ള രീതിയിൽ ചില പ്രൊവിഷൻസ് കൂടെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. റിസൾട്ട് ഓഫ് NPA ഓൺ ബാങ്ക്സ് പെർഫോമൻസ്, അതായത് നോൺ പെർഫോമിംഗ് അസറ്റിൻ്റെ അല്ലെങ്കിൽ NPAയുടെ ബാങ്ക്സ് പെർഫോമൻസുമായി ബന്ധപ്പെട്ടുള്ള റിസൾട്ട് എന്തായിരിക്കും നോക്കാം. ദ ഡിക്രീസ് പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ ബാങ്ക്. ഫസ്റ്റ് പോയിന്റ്, ദേ ഡിക്രീസ് പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ ബാങ്ക്. ഈ നോൺ പെർഫോമിംഗ് അസറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ദേ ഡിക്രീസ് ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ ബാങ്ക്. ബാങ്കിൻ്റെ പ്രോഫിറ്റബിലിറ്റിയെ ബാധിക്കുന്ന, ബാങ്കിൻ്റെ പ്രോഫിറ്റബിലിറ്റി കുറയാനായിട്ട് കാരണമാവുന്നു. ദെൻ നെക്സ്റ്റ് പറഞ്ഞത് ദേ റിഡ്യൂസ് ക്യാപിറ്റൽ അസറ്റ് ആൻഡ് ലെൻഡിങ് ലിമിറ്റ്. ദേ റിഡ്യൂസ് ക്യാപിറ്റൽ അസറ്റ് കുറയുന്നു, ലെൻഡിങ് ലിമിറ്റുകളും കുറയുന്നു. ദെൻ ദേ ഇൻക്രീസ് ലോൺ ലോസ് റിസർവ്. ദേ ഇൻക്രീസ് ലോൺ ലോസ് റിസർവ്.
Then fourth point is they bring unwanted attention from government regulations. They bring unwanted attention from government regulators. ഒരു ആവശ്യമില്ലാത്ത രീതിയിൽ ഗവൺമെൻറ് അതോറിറ്റീസിൻ്റെയൊക്കെ ശ്രദ്ധ പിടിച്ച് പറ്റാനായിട്ടത് കാരണമാവും. ഇറ്റ് മേ അഫക്റ്റ് ദ ഗുഡ് വിൽ ഓഫ് ദ ബാങ്ക്. അത് ബാങ്കിൻ്റെ സൽപ്പേരിനെ ബാധിക്കും. അപ്പോൾ ഒരിക്കലും ഒരു നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറയുന്നത് ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം അതെന്തല്ല, അതൊരിക്കലും ഇൻക്രീസ് ചെയ്യാനായിട്ട് പാടില്ല. നോൺ പെർഫോമിംഗ് അസറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിൻ്റെ വൺ ഓഫ് ദി പോയിന്റ് ഈസ് ദറ്റ് ഈസ് ദേ ഡിക്രീസ് പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ ബാങ്ക്. ബാങ്കിൻ്റെ പ്രോഫിറ്റബിലിറ്റി കുറയാനായിട്ട് കാരണമാവുന്നു. അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത് പറയുന്നത് ദേ റിഡ്യൂസ് ക്യാപിറ്റൽ അസറ്റ് ആൻഡ് ലെൻഡിങ് ലിമിറ്റ്. അത് ക്യാപിറ്റൽ അസറ്റ് കുറയാനോ ലെൻഡിങ് ലിമിറ്റ് കുറയാനോ കാരണമാവുന്നു. ദെൻ ദേ ഇൻക്രീസ് ലോൺ ലോസ് റിസർവ്. ദേ ഇൻക്രീസ് ലോൺ ലോസ് റിസർവ്. ദേ ബ്രിങ് അൺവാണ്ടഡ് അറ്റൻഷൻ ഓഫ് ഗവൺമെൻറ് അതോറിറ്റീസ്. ആ ബാങ്കുകൾ ഇത്രമാത്രം കിട്ടാക്കടമുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ ആളുകൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുന്നു. അതൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ പറയുന്ന കാരണങ്ങൾ കൊണ്ടാണ് അതൊക്കെ സംഭവിക്കുന്നത്. ഇറ്റ് മേ അഫക്റ്റ് ദ ഗുഡ് വിൽ ഓഫ് ദ ബാങ്ക്. അത് ബാങ്കിൻ്റെ ഗുഡ് വില്ലിനെ ബാധിക്കുന്നു. കണ്ടോ, ഇത്രയാണ് അതിൽ പറയാനുള്ളത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് മാനേജ്മെൻറ്റ് ഓഫ് NPA. അപ്പോൾ ഒരിക്കലും ബാങ്കുകൾക്ക് എന്ത് നല്ലതല്ല, നോൺ പെർഫോമിംഗ് അസറ്റിൻ്റെ ഇത് നല്ലതല്ല. അപ്പോൾ ദെൻ അവിടെ എന്താണ് മാനേജ്മെൻറ്റ് ഓഫ് NPA നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും? നോൺ പെർഫോമിംഗ് അസറ്റ് ദ ലെവൽ ഓഫ് NPA is ഇൻഡിക്കേറ്റർ ഓഫ് ബാങ്ക്സ് എഫിഷ്യൻസി, യൂട്ടിലൈസേഷൻ ഓഫ് ഇറ്റ്സ് റിസോഴ്സസ് ആൻഡ് ഇൻകം ഏണിംഗ് കപ്പാസിറ്റി. ദ ഫോളോയിങ് മെഷേഴ്സ് ആർ അഡോപ്റ്റഡ് ബൈ ദ ഗവൺമെൻറ് ഇൻ ഓർഡർ ടു ഡീൽ വിത്ത് NPA. അതായത് നോൺ പെർഫോമിംഗ് അസറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെൻറ് ചില നോംസ് ആൻഡ് കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഈ നോംസ് ആൻഡ് കണ്ടീഷൻസിലെ ഫസ്റ്റ് വൺ ഈസ് പാസിംഗ് ഓഫ് ദ സെക്യൂരിറ്റൈസേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഫൈനാൻഷ്യൽ അസറ്റ്സ് ആൻഡ് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ്, ദറ്റ് ഈസ് സർഫേസി ആക്ട് 2002. ഇങ്ങനെയാണ് പറയുക, സർഫേസി ആക്ട് 2002. സർഫേസി ആക്ട് സ്പെല്ലിംഗ് ഒന്ന് ശ്രദ്ധിക്കുക, SARFAESI, സർഫേസി ആക്ട് 2002. അതായത് നമ്മൾ സാധാരണ ജപ്തി എന്നൊക്കെ പറയുന്ന വാക്ക് കേട്ടിട്ടുണ്ടാവും. അതായത് അത് റിക്കവർ ചെയ്യാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമാണ്? ബാങ്കിൽ നിക്ഷിപ്തമാണ്. അതിനാണ് പാസിംഗ് ഓഫ് ദ സെക്യൂരിറ്റൈസേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഫൈനാൻഷ്യൽ അസറ്റ് ആൻഡ് എൻഫോഴ്സ്മെൻറ്റ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ആയിട്ട്. അതായത് ബാങ്കുകളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്, ബാങ്കിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പാസ്സാക്കിയിട്ടുള്ള ഒരു ആക്റ്റാണ് ഇത്, സർഫേസി ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ 12 വർഷമായിട്ടും അടയ്ക്കുന്നില്ല, അല്ലെങ്കിൽ 12 മാസം കഴിഞ്ഞതിന് ശേഷം അടയ്ക്കുന്നില്ല, 3 വർഷം കഴിഞ്ഞതിന് ശേഷം അടയ്ക്കുന്നില്ല, പിന്നെ ലോസ് അസറ്റൊക്കെ ആയിട്ട് മാറുകയാണ് ഈ നോൺ പെർഫോമിംഗ് അസറ്റ്. ഇങ്ങനെ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റിക്കവറി എങ്ങനെയാണ്? അതിൻ്റെ മാനേജ്മെൻറ്റ് ഓഫ് NPA, ബാങ്കുകൾക്ക് ഇത്ര തരത്തിലുള്ളൊരു ബാധ്യത ഉണ്ടാകുന്നതിന് പിറകിലുള്ള മാനേജ്മെൻറ്റ് എങ്ങനെയാണ് ഈ നോൺ പെർഫോമിംഗ് അസറ്റ് മാനേജ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ പാസിംഗ് ഓഫ് സർഫേസി ആക്ട് പാസ്സാക്കിക്കൊണ്ട് സെക്യൂരിറ്റി പിടിച്ചെടുക്കാനുള്ള അധികാരം അല്ലേ. ഗോൾഡിൻ്റെ ഫലത്തിലാണ് ലോൺ കൊടുത്തിരിക്കുന്നത് വെച്ചാൽ ഗോൾഡ് കൈവശം വയ്ക്കാനുള്ള അധികാരം ബാങ്കിനുണ്ട്. ഡോക്യുമെൻറ്റ്സ് ആണെങ്കിൽ ആ ഡോക്യുമെൻ്റ് പ്രകാരം ദെൻ ആ ഭൂമിയോ അല്ലെങ്കിൽ വേറെ എന്താണെന്ന് വെച്ചാൽ അത് കൈവശം വയ്ക്കാനുള്ള അധികാരം ബാങ്കിൽ നിക്ഷിപ്തമാണ്. ഇങ്ങനെ പറയുന്ന ഒരു ആക്ടിനെയാണ് നമ്മൾ എന്താ പറയുക? സർഫേസി ആക്ട് എന്ന് പറയുന്നത്. ദെൻ ഇൻട്രൊഡക്ഷൻ ഓഫ് ഡെപ്റ്റ് റിക്കവറി ട്രിബ്യൂണൽസ്. ഒരു ട്രിബ്യൂണൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ട്രിബ്യൂണലിൽ പറയുന്നത് ഇൻട്രൊഡക്ഷൻ ഓഫ് ഡെപ്റ്റ് റിക്കവറി ട്രിബ്യൂണൽ. കണ്ടോ, ഡെപ്റ്റ് റിക്കവറി ട്രിബ്യൂണൽ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഇൻട്രൊഡക്ഷൻ ഓഫ് ലോക് അദാലത്ത്. ലോക് അദാലത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പരാതികൾ പരിഹരിക്കുന്നതിനെയാണ് ഈ അദാലത്ത് എന്ന് പറയുക. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, അദാലത്ത് വിളിച്ചു കൂട്ടുക എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവില്ലേ? ഈ അദാലത്ത് വിളിച്ചു കൂട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പരാതികളൊക്കെ ഉള്ളവരെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് പരാതികൾ പരിഹരിക്കുന്നതിനെയാണ് ലോക് അദാലത്ത് എന്ന് പറയുക. അപ്പോൾ ഇത്തരത്തിലുള്ള ലോക് അദാലത്തുകളൊക്കെ വിളിച്ചു കൂട്ടും. പിന്നെ ക്രിയേഷൻ ഓഫ് അസറ്റ് റീകൺസ്ട്രക്ഷൻ ഫണ്ട് ഓർ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനീസ് ടു ടേക്ക് ഓവർ ദി ബാഡ് ഡെപ്റ്റ് ഓഫ് ബാങ്ക്സ്. Then next one is corporate debt reconstruction mechanism for large advances to corporate borrowers. അവിടെ പറയുന്നത് കോർപ്പറേറ്റ് ഡെപ്റ്റ് റീകൺസ്ട്രക്റ്റിംഗ് മെക്കാനിസം CDR. അവിടെ പറയുന്നത് കോർപ്പറേറ്റ് റീകൺസ്ട്രക്റ്റിംഗ് മെക്കാനിസം ഫോർ ലാർജ് അഡ്വാൻസസ് ടു കോർപ്പറേറ്റ് ബോറോവേഴ്സ്. ദെൻ ടൈറ്റനിങ് ഓഫ് ലീഗൽ പ്രൊവിഷൻ ടു ഡീൽ വിത്ത് എ നോൺ പെർഫോമിംഗ് അസറ്റ്. അതായത് ഒന്നുകൂടെ ടൈറ്റൺ ചെയ്തുകൊണ്ട്
നമ്മളതിനെ കാര്യക്ഷമമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയുമാണ് ഇതിൽ പറയുന്ന നോൺ പെർഫോമിംഗ് അസറ്റ്സിൻ്റെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് പോയിൻറ്റ്, ക്യാപിറ്റൽ ആഡിക്വസി നോംസ്. Capital adequacy norms along with profitability and safety, bank also give importance to solvency. അതായത് നമ്മൾ സേഫ്റ്റി, സോൾവൻസി, ബാങ്കുകളുടെ സേഫ്റ്റിയും പ്രോഫിറ്റബിലിറ്റിയും അതോടൊപ്പം തന്നെ പ്രാധാന്യമുള്ള ഒന്നാണ് ഇത്. ദറ്റ് ഈസ് സോൾവൻസി. ലോങ് ടേം നമ്മൾ പറയാറുണ്ട് സോൾവൻസി എന്ന് പറയാറില്ലേ. സോൾവൻസി മീൻസ് ഇറ്റ് ഇസ് എ power of a bank, power of an individual to meet the long term obligation. ഭാവിയിൽ ഉണ്ടാകാവുന്ന ബാധ്യതകളെ റിക്കവർ ചെയ്യാനായിട്ടുള്ള ഒരാളുടെ കപ്പാസിറ്റി അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ സ്ട്രെങ്ത്, ദറ്റ് ഈസ് കോൾഡ് ആസ് സോൾവൻസി. നമ്മൾ സോൾവെൻ്റ് ആണ് എന്ന് പറയാനുള്ള കാരണം എന്താ? നമ്മൾ സോൾവെൻ്റ് ആണെങ്കിൽ നമ്മുടെ കയ്യിൽ അതിനനുസരിച്ച് എത്രമാത്രം ഇത് വന്നു കഴിഞ്ഞാലും, ബാധ്യത വന്നു കഴിഞ്ഞാലും അത് റിക്കവർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിലാണ് നമ്മൾ സോൾവെൻറ്റ് പേഴ്സൺ എന്ന് പറയാറുള്ളൂ അല്ലേ. അപ്പോൾ ഇതേപോലെ ബാങ്കുകളുടെ ക്യാപിറ്റൽ ആഡിക്വസി നോംസ് ഉണ്ട്. അതായത് ഇത്ര ശതമാനം ക്യാപിറ്റൽ കരുതിയിരിക്കണം എന്ന് പറയുന്നതിനെയാണ് ക്യാപിറ്റൽ ആഡിക്വസി നോംസ് എന്ന് പറയാം. ഈ ക്യാപിറ്റൽ ആഡിക്വസി നോംസിലെ ബാങ്ക്സിൻ്റെ സുരക്ഷതയെ മുൻനിർത്തിക്കൊണ്ട് സോൾവൻസി, സേഫ്റ്റി ആൻഡ് പ്രോഫിറ്റബിലിറ്റി മുൻനിർത്തിക്കൊണ്ട് സോൾവൻസി എന്ന് പറയുന്ന പോയിന്റും. ആ ബാങ്ക് ഈസ് സോൾവെൻറ്റ് വെൻ ഇറ്റ്സ് അസറ്റ് ആർ മോർ ദാൻ ഇറ്റ്സ് ലയബിലിറ്റീസ്. എപ്പോഴാണ് ബാങ്ക് സോൾവെൻ്റ് എന്ന് പറയുക? അസറ്റ് ഈസ് മോർ ദാൻ ലയബിലിറ്റി. അവരുടെ ബാധ്യതയെക്കാളും കൂടുതലായിട്ട് അസറ്റ്സ് കൈവശം വെക്കുന്നുണ്ടെങ്കിൽ, നമുക്കറിയാലോ നമുക്ക് ഒരുപാട് ലോണുണ്ട് എന്നാൽ ഒരുപാട് അസറ്റും ഉണ്ട്. അപ്പോൾ ഈ ലോണിനേക്കാളും കൂടുതൽ അസറ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? നമ്മൾ സോൾവെൻ്റ് ആണെന്ന് പറയാം. അവിടെ അതാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ സോൾവെൻ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് മതിയായിട്ടുള്ള ക്യാഷ് കയ്യിലുണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ അസറ്റ്സ് കയ്യിലുണ്ടായിരിക്കുന്ന ഫൈനാൻഷ്യൽ സ്ട്രെങ്ത് ഉണ്ടായിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോൾവൻസി എന്ന് പറയുന്നത്. അപ്പോൾ എ ബാങ്ക് ഈസ് സോൾവെൻറ്റ് വെൻ ഇറ്റ് ഈസ് അസറ്റ് ഈസ് മോർ ദാൻ ഇറ്റ്സ് ലയബിലിറ്റീസ്. Then the norms which are to be followed while investing funds are called as prudential norms. ഇത് ഇങ്ങനെയാണ്. ഇത്രമാത്രം ഇപ്പം നമുക്ക് ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്കൊരു കോൺഫിഡൻ്റ് ആണ്. എന്താ അത് കോൺഫിഡൻ്റ് ആവുന്നതിന് കാരണം എന്താണ്? ഇത്രയും അതിൽ ഉണ്ടെന്ന് പ്രൊഡ്യൂഷൻ. അപ്പോൾ അതിനുള്ള ക്യാപിറ്റൽ ആഡിക്വസി ഉണ്ടായിരിക്കണം. ദ നോംസ് ആർ ജനറലി പ്രിസ്ക്രൈബ്ഡ് ബൈ ദ സെൻട്രൽ ബാങ്ക് ഓഫ് കൺട്രി. കമേഴ്ഷ്യൽ ബാങ്ക്സ് ഹാവ് ടു ഫോളോ ദീസ് നോംസ് ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ദി കസ്റ്റമേഴ്സ്. RBI ഓരോ രാജ്യത്തും ആ രാജ്യത്തിൻ്റെ സെൻട്രൽ ബാങ്ക് നിഷ്കർഷിക്കുന്ന പോലെ തന്നെ ക്യാപിറ്റൽ ആഡിക്വസി മെയിൻറ്റെയിൻ ചെയ്തിരിക്കാനുള്ള ഒരു നിർദ്ദേശം മറ്റുള്ള കമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് RBI കൊടുക്കുന്നുണ്ട്. ഫോർ ഇൻ്റർനാഷണൽ ബാങ്ക്സ് പ്രൊഡൻഷ്യൽ നോംസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദ ബാങ്ക് ഫോർ ഇൻ്റർനാഷണൽ സെറ്റിൽമെൻറ്റ്, BIS, ബാങ്ക് ഫോർ ഇൻ്റർനാഷണൽ settlement. The BIS appointed by Basel Committee on Banking Supervision in 1988. അവിടെ ഒരു ബേസൽ കമ്മിറ്റി ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം പറഞ്ഞ എന്താ? നമ്മുടെ രാജ്യത്തുള്ള കമേഴ്ഷ്യൽ ബാങ്കുകളെ കൺട്രോൾ ചെയ്യാനായിട്ടോ ഡയറക്ഷൻസ് കൊടുക്കാനായിട്ടോ RBIയുടെ തന്നെ സെൻട്രൽ ബാങ്കിൻ്റെ തന്നെ നിർദ്ദേശങ്ങളുണ്ട്. ഇത് കൂടാതെ തന്നെ ഒരു ഇൻ്റർനാഷണൽ സെറ്റിൽമെൻ്റ് ആണെങ്കിൽ നമ്മളവിടെ പറയുന്ന വേർഡ് തന്നെ ബാങ്ക് ഫോർ ഇൻ്റർനാഷണൽ സെറ്റിൽമെൻറ്റ്, ദറ്റ് ഈസ് BIS. The BIS appointed as a Basel Committee on Banking Supervision in 1988. Basel Committee is appointed by BIS formulated rules to regulation for effective supervision of central bank. Effective supervision of central bank. It is prescribed international norms to followed by the central bank. The committee prescribed capital adequacy norms in order to protect the interest of the അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് എങ്ങനെയാണ് ഇതിൻ്റെ ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ? Capital adequacy, CAR, as the ratio of bank's capital to its risk asset. The government of India appointed a Narasimham committee in 1991 to suggest reforms in the financial sector. In the year 1992 and 93, the committee submitted its first report and recommended that all the banks are required to have a minimum capital of 8% of the risk-weighted assets of the banks. This ratio is known as capital to risk asset ratio. That is also called as capital to risk asset ratio. Then capital to risk asset ratio. ഇങ്ങനെയാണ് നമ്മൾ അതിനെ പറയാം. This concept or capital adequacy norms, that is first one is tier 1, second one is tier 2, then third one is risk weighted assets. ഇങ്ങനെയാണ് ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ കൊടുത്തിരിക്കുന്നത്. അതിൽ ക്യാപിറ്റൽ 1 നമ്മൾ പറയുന്നുണ്ട് വിച്ച് ഈസ് റെഡിലി അവൈലബിൾ ഫസ്റ്റ് ടു പ്രൊട്ടക്ട് ദ അൺഎക്സ്പെക്റ്റഡ് ലോസസ് ഈസ് കോൾഡ് ടയർ 1. വളരെ പെട്ടെന്ന് ഉണ്ടാകാവുന്ന നഷ്ടങ്ങളെ പരിഹരിക്കാനായിട്ട് ഇത്രമാത്രം ക്യാപിറ്റൽ ആഡിക്വസി ഉണ്ടായിരിക്കണം എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ക്യാപിറ്റൽ 1. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, സ്റ്റാറ്റ്യൂട്ടറി റിസർവ്, അതർ ഡിസ്ക്ലോസ്ഡ് ഫ്രീ റിസർവ്സ് ക്യാപിറ്റൽ എക്സെട്ര.
ദെൻ ടയർ ടൂവിൽ പറയുന്നത് ക്യാപിറ്റൽ വിച്ച് ഈസ് സെക്കൻഡ് റെഡിലി അവൈലബിൾ ടു പ്രൊട്ടക്ട് ദ അൺഎക്സ്പെക്റ്റഡ് ലോസസ് ഇൻ കോൾഡ് ടയർ 2 ക്യാപിറ്റൽ. സെക്കൻഡ് ആദ്യം പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്യാനുള്ള കപ്പാസിറ്റി, ഒന്നുകൂടെ റിക്കവർ ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് പറയുന്നത് റെഡിലി അവൈലബിൾ ടു പ്രൊട്ടക്ട് ദ അൺഎക്സ്പെക്റ്റഡ് ലോസസ്. ദെൻ ഇതിൽ നമ്മൾ കരുതുന്നത് അൺഡിസ്ക്ലോസ്ഡ് റിസർവ് ആൻഡ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, പെർപെക്ച്വൽ പ്രിഫറൻസ് ഷെയർസ്, ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി ക്യാപിറ്റൽ, സബോർഡിനേറ്റ് ഡെപ്റ്റ് ആൻഡ് ജനറൽ പ്രൊവിഷൻസ് ആൻഡ് ലോസ് റിസർവ്. സെക്കൻഡ് ക്യാപിറ്റൽ കനോട്ട് എക്സീഡ് 50%, അതായത് ഇതിന് ഇത്ര പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഇത്ര ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ സെക്കൻഡ് കേസുകളിൽ 50% പെയ്ഡ്, ദെൻ സെക്കൻഡ് ക്യാപിറ്റൽ കനോട്ട് എക്സീഡ് 50% കൂടാനായിട്ട് പാടില്ല. പിന്നെ അതേപോലെ തന്നെ റിസ്ക് വെയ്റ്റഡ് ക്രെഡിറ്റ് റിസ്ക് മീൻസ് റിസ്ക് ദാറ്റ് പാർട്ട്ലി ബിക്കം അൺസ്റ്റേബിൾ ടു മീറ്റ് ഒബ്ലിഗേഷൻസ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ്സ്. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട പോയിൻ്റ് ബേസൽ നോംസ് ആണ്. ബേസൽ നോംസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, നമുക്കൊരു 2008 ബാങ്കിങ് സെക്ടേഴ്സിലൊക്കെ നമ്മുടെ എക്കോണമിയിലൊക്കെ വളരെ വലിയൊരു ക്രൈസിസ് ഉണ്ടായിരിക്കുന്ന ഒരു കാലഘട്ടമാണ് 2008 എന്നൊക്കെ പറയുന്ന കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം. ദെൻ ഇവിടെ ദ ഹെഡ് ഓഫീസ് ഓഫ് ദ ബാങ്ക് ഫോർ ഇൻ്റർനാഷണൽ സെറ്റിൽമെൻറ്റ് ഈസ് ബേസൽ 1. Hence the norms of BIS are popularly known as Basel norms. These norms are formulated by Basel Committee. They are Basel 1, Basel 2, Basel 3 ഇങ്ങനെയാണ് അതിനെ ക്ലാസിഫൈ ചെയ്തത്. അപ്പോൾ 1998 ബേസൽ കമ്മിറ്റി ഓൺ ബാങ്കിങ് സൂപ്പർവിഷൻ ഇൻട്രൊഡ്യൂസ്ഡ് ക്യാപിറ്റൽ മെഷർമെൻറ്റ് സിസ്റ്റം കോൾഡ് ബേസൽ ക്യാപിറ്റൽ അക്കോർഡ്, ഓൾസോ കോൾഡ് ആസ് ബേസൽ 1. ഇറ്റ് ഫോക്കസ്ഡ് ഓൺ മിനിമം ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് വാസ് ഫിക്സഡ് അറ്റ് 8% ഓഫ് റിസ്ക് വെയ്റ്റഡ് അസെറ്റ്. ഇത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ. ബേസൽ കമ്മിറ്റിയിൽ ഇങ്ങനെ ഇത്ര പെർസെൻറ്റേജെങ്കിലും റിസർവ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം എന്ന് പറയുന്നതാണ് ബേസൽ 1. ബേസൽ 2 2004 Basel 2 guidelines were published by Basel Committee. The guidelines were based on 3 parameters. Banks should maintain the minimum capital adequacy requirement of 8% of risk asset. Banks were needed to develop and use better risk management techniques in monitoring and managing all the 3 risks. Banks need to disclose their risk exposure mandatory. കണ്ടോ? Then Basel 3 guidelines are released. These guidelines are introduced in response to financial crisis. Capital intensive way, focus on capital leverage, funding and liquidity. Then ഇനി നിങ്ങൾക്ക് ഇപ്പോൾ ഇത്രയും പോയിൻറ്റ്സിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പോയിൻറ്റ്സിലുള്ള കൺക്ലൂഷനിലേക്ക് എത്താം. ഇന്ന് നമ്മൾ പഠിച്ചിരിക്കുന്ന ടോപ്പിക് എന്താണെന്ന് നോക്കാം. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളിന്ന് പഠിച്ചിരിക്കുന്നത്? ദാറ്റ് ഈസ് എമർജിങ് ട്രെൻഡ്സ് ഇൻ ബാങ്കിങ്. എമർജിങ് ട്രെൻഡ്സ് ഇൻ ബാങ്കിങ്ങിൽ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് ഏതൊക്കെയായിരുന്നു? സോഷ്യൽ ബാങ്കിങ്, സെക്കൻഡ് വൺ ഈസ് ഹൈടെക് ബാങ്കിങ് ആൻഡ് സോഷ്യൽ ബാങ്കിങ്, ഹൈടെക് ബാങ്കിങ്, ഓഫ് ഷോർ ബാങ്കിങ്, banks ombudsman scheme, then prudential norms on asset classification and capital adequacy norms. വളരെ സിമ്പിളാണ്. അതായത് പുതിയതായിട്ടുള്ള എമർജിങ് ട്രെൻഡ്സിലെ സോഷ്യൽ ബാങ്കിങ്ങിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട്. ലീഡ് ബാങ്ക്, വില്ലേജ് അഡോപ്ഷൻ സ്കീം, സർവീസ് ഏരിയ അപ്രോച്ച്, ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഇതൊക്കെ ഏത് പാർട്ടിൽ വരുന്നതാണ്? സോഷ്യൽ ബാങ്കിങ്. അപ്പോൾ ഇതിൽ തന്നെ സെക്കൻഡ് പോയിൻ്റാണ് എമർജിങ് ട്രെൻഡ്സിൽ ഹൈടെക് ബാങ്കിങ്. ഹൈടെക് ബാങ്കിങ് എന്ന് പറയുമ്പോഴെന്താണ്? ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ ടെക്നോളജീസ് ഓർ ടെലികമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് ഇൻ ദി ഏരിയ ഓഫ് ബാങ്കിങ് സെക്ടേഴ്സ് ഈസ് കോൾഡ് ആസ് ഹൈടെക് ബാങ്കിങ് അല്ലേ? പുതിയ ടെക്നോളജീസ് ഉപയോഗിക്കുന്നതിനെയാണ് നമ്മളെന്താ പറയുക? ഹൈടെക് ബാങ്കിങ്. ഇത് രണ്ടാമത് പഠിച്ചു. ദെൻ തേർഡ് വൺ പറയുന്നത് ഓഫ് ഷോർ ബാങ്കിങ് ആണ്. ഓഫ് ഷോർ ബാങ്കിങ്ങിൽ ഒരു സിറ്റിസൺ അയാളുടെ രാജ്യത്തിന് പുറത്തുള്ള ബാങ്കുകളിൽ നിക്ഷേപിക്കുന്നതിനെയാണ് നമ്മളെന്താ പറയുക? ഓഫ് ഷോർ ബാങ്കിങ്. പിന്നെ പറഞ്ഞ പോയിൻ്റ് എന്താണ്? ബാങ്ക്സ് ഒബ്ഡസ്മാൻ സ്കീം. ബാങ്ക്സ് ഒബ്ഡസ്മാൻ സ്കീം എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിൻ്റെ പരാതികൾ പരിഹരിച്ചു കൊടുക്കാനായിട്ട് RBI ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു സ്കീമിനെയാണ് എന്താ പറയുക? ബാങ്ക്സ് ഒബ്ഡസ്മാൻ സ്കീം എന്ന് പറയുന്നത്. 2006 പ്രകാരം ബാങ്ക് ഒബ്ഡസ്മാൻ സ്കീം പ്രകാരം ബാങ്കിങ് ഒരു കസ്റ്റമർക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ബാങ്കിനെതിരെ അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ലഭ്യമാവുന്ന സർവീസിനെതിരെ പരാതിപ്പെടാവുന്നതാണ്. അതാണ് ബാങ്ക് ഒബ്ഡസ്മാൻ സ്കീം. നാലാമത് പറഞ്ഞ പോയിൻ്റ്. അഞ്ചാമത് പറഞ്ഞ പോയിൻ്റ് എന്താണ്?
prudential norms of asset classification. Then ബാങ്കിൻ്റെ അസറ്റിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് പെർഫോമിംഗ് അസറ്റും മറ്റൊന്നെന്താ നോൺ പെർഫോമിംഗ് അസറ്റും. പെർഫോമിംഗ് അസറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ജനറേറ്റ് ഇൻകം ടു ദ ബാങ്ക്. ബാങ്കിന് എപ്പോഴും പ്രോഫിറ്റബിലിറ്റി ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. എന്നാൽ നോൺ പെർഫോമിംഗ് അസറ്റിനെ സംബന്ധിച്ചും ഇറ്റ് സീസസ് ടു ജനറേറ്റ് ദ ഇൻകം ജനറേറ്റ് ചെയ്യുന്നതിനെ തടയുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ദെൻ നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറയുന്നത്. ഈ നോൺ പെർഫോമിംഗ് അസറ്റിലെ അസറ്റ് ക്ലാസിഫിക്കേഷൻ തന്നെ സബ്സ്റ്റാൻഡേർഡ് അസറ്റ് ആവാം, ഡൗട്ട്ഫുൾ അസറ്റ് ആവാം, ലോസ് അസറ്റ് ആവാം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഡൗട്ട്ഫുൾ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ. അപ്പോൾ അവിടെ എൻ പി എ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, അത് പഠിക്കുക കേട്ടോ. അതേപോലെ തന്നെ എൻ പി എയുടെ റിസൾട്ട് ബാങ്കിൻ്റെ പ്രോഫിറ്റബിലിറ്റി കുറയും, ആവശ്യമില്ലാത്ത അറ്റൻഷൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും, അങ്ങനെ ഒരുപാട് ഫോൾട്ടുകൾ എവിടെ ഉണ്ടാവും, അത് ഗുഡ് വില്ലിനെ ബാധിക്കും, ഇതൊക്കെയാണത്. പിന്നെ അത് നന്നായിട്ട് മാനേജ് ചെയ്യാനായിട്ട് ചില സ്റ്റെപ്സ് കൂടെ നമ്മളവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ പഠിച്ചോളൂ. നോൺ പെർഫോമിംഗ് അസറ്റ് ചിലപ്പോൾ ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ ലാസ്റ്റ് ക്യാപിറ്റൽ ആഡിക്വസി ആണ്. അപ്പോൾ ക്യാപിറ്റൽ ആഡിക്വസി എന്ന് വെച്ചാൽ മതിയായിട്ടുള്ള ക്യാപിറ്റൽ കരുതൽ നിധിയായിട്ട് കൈവശം വെച്ചിരിക്കും എന്ന് പറയുന്നതാണ് ക്യാപിറ്റൽ ആഡിക്വസി എന്ന് പറയുന്നത്. അതിന് ഇൻ്റർനാഷണൽ ലെവലാണെങ്കിൽ ഒരു ബേസൽ കമ്മിറ്റി ഉണ്ട്. ആ ബേസൽ കമ്മിറ്റി 3 ടെക്നിക്സ് പറയുന്നുണ്ട്: ബേസ് 1, ബേസ് 2, ബേസ് 3. ഇത് ബേസ് ചെയ്തുകൊണ്ട് നമ്മളവിടെ എന്ത് ചെയ്യണം, അതിനാവശ്യമായിട്ടുള്ള ഇത് ക്ലിയർ ചെയ്തിരിക്കണം, ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അപ്പോൾ ഒരു തരത്തിലും ഏത് ഡിഫ്ലേഷൻ വന്നു കഴിഞ്ഞാലും, സാമ്പത്തിക മാന്ദ്യം സംഭവിച്ചു കഴിഞ്ഞാലും ബാങ്കുകൾക്ക് പിടിച്ചു നിൽക്കാനുള്ള ഒരു കപ്പാസിറ്റി അത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. ക്യാപിറ്റൽ ആഡിക്വസി റിഫോംസിൻ്റെ പർപ്പസ് തന്നെ അതൊക്കെ തന്നെയാണ്. അപ്പം ഓക്കെ, അപ്പോൾ നമ്മുടെ എമർജിംഗ് ട്രെൻഡ്സ് കഴിഞ്ഞിട്ടുണ്ട്. ദെൻ ഒരു ക്ലാസ്സോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിക്കും. നന്നായിട്ട് വായിക്കാം, സംശയങ്ങളുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.